ഹായ് ഡിയേഴ്സ്, ദ ബുക്ക് ഓഫ് ആൻസേഴ്സ് ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കായിട്ടുള്ള ശരിയായ മെസ്സേജ്, ഗൈഡൻസ് എന്നിലൂടെ അവർക്ക് നൽകിയാൽ. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ. ഗെറ്റ് ഇറ്റ് ഇൻ റൈറ്റിംഗ്. ഇത് മാനിഫെസ്റ്റേഷൻ പോലുള്ള കാര്യങ്ങളുണ്ടല്ലോ, ജേർണലിംഗ് മെത്തേഡ്സ്, അതിനെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ആഗ്രഹം എന്താണെങ്കിലും അത് എഴുതി നേടുക എന്നാണ്. ഇപ്പോൾ ഏഞ്ചൽ നമ്പേഴ്സ് ഒക്കെ ഉപയോഗിച്ച് 1111 അല്ലെങ്കിൽ 1212 1222 അങ്ങനെയൊക്കെയുള്ള ഏഞ്ചൽ നമ്പേഴ്സ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ 777 അതുപോലുള്ള ഏഞ്ചൽ നമ്പേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ജേർണലിംഗ് നടത്തുക. നിങ്ങളുടെ ആഗ്രഹം എന്താണെങ്കിലും അതാണ് ഒരു മെസ്സേജ്. പിന്നെയുള്ള മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ടെങ്കിൽ അത് രേഖാമൂലം എഴുതി വാങ്ങുക. ഇപ്പൊ പ്രോപ്പർട്ടി പോലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് നൽകും എന്ന് പറഞ്ഞ് നിങ്ങളുടെ കയ്യിൽ നിന്ന് പണമൊക്കെ മേടിക്കുന്നുണ്ടായിരിക്കും ഇപ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങുന്നുണ്ട്, അത് പിന്നീട് തരാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും തെളിവുണ്ടായിരിക്കില്ല. അപ്പോൾ തെളിവുണ്ടാക്കണം, അതായത് രേഖാമൂലം. എപ്പോഴാണോ നിങ്ങൾക്ക് ആ സംഭവങ്ങൾ തരാൻ ഉദ്ദേശിക്കുന്നത് എന്ന് കൃത്യമായിട്ട് എഴുതി വാങ്ങുക എന്നാണ് പറയുന്നത്. ഒരു സ്റ്റാമ്പ് പേപ്പറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് അത് എഴുതി വാങ്ങുക. ആദ്യം പറഞ്ഞ മെസ്സേജ് ഒരു സ്പിരിച്വൽ ജേർണിയിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. ജേർണലിംഗ് പോലുള്ള മെത്തേഡ്സ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹം എഴുതി നേടുക. രണ്ടാമതുള്ളത്, ഇപ്പോൾ നിങ്ങൾ വല്ല പണപരമായിട്ടുള്ള ക്രിയ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, വീട് വിൽക്കാനുള്ളതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പണപരമായിട്ടോ പ്രോപ്പർട്ടി പരമായിട്ടോ എന്തെങ്കിലും കാര്യത്തിൽ ഇൻവോൾവ് ആകുന്നുണ്ടെങ്കിൽ അത് രേഖാമൂലം അവരിൽ നിന്ന് എഴുതി വാങ്ങുക. പറ്റിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സംഭവം. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന മെസ്സേജ് അങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക. മറ്റുള്ളവർക്ക് പണം കൊടുക്കുന്നവരായാലും, പ്രോപ്പർട്ടി അങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതി കൊടുക്കുന്നവരായാലും, ജാമ്യം പോലുള്ള കാര്യങ്ങൾ ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ കൃത്യമായി രേഖാമൂലം അവരിൽ നിന്ന് എഴുതി വാങ്ങുക. നാളെ ഇതേ ചൊല്ലിയൊരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. താങ്ക് യു ഡിയേഴ്സ്.